ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ലോക ആരോഗ്യ ദിവസം, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, ലോക മാനസിക ആരോഗ്യ ദിവസം. അതാണ് ഇന്നത്തെ വിഷയം. അതിനോടനുബന്ധിച്ച് 100ാമത്തെ ദശകം, നാരായണീയത്തിലെ 100ാമത്തെ ദശകം നമ്മൾ വായിച്ച് സമർപ്പിക്കുകയാണ്. ഇത് ലോകമെമ്പാടും ഈ ഒരു പ്രവൃത്തി ഇന്ന് ചെയ്യുന്നുണ്ട്. അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരു ശക്തിയാണ് ഈ നാരായണീയ പാരായണം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. നാരായണീയ പാരായണം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത്. അപ്പൊ എപ്പോഴും ഈ നാരായണീയ പാരായണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുന്നത് അത് തന്നെ മനസ്സിനെ വളരെയധികം ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന വലിയൊരു സിദ്ധിയാണ് ഈ മന്ത്രജപം എന്നുള്ളത്. അപ്പൊ നാരായണീയം എന്നുള്ളത് ഒരു മന്ത്രം തന്നെയാണ്. അതിലടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളും ആ മന്ത്രത്തിന്റെ സ്വഭാവം ഉള്ളത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അത് വളരെ സുപരിചിതമാണ്. അപ്പൊ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ അതിനുള്ള ചികിത്സകളും അതിനുള്ള സംഗതികളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ മാനസികമായിട്ട് ഉള്ള ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം നമ്മളുടെ സമൂഹത്തില് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ച് സംശയമാണ്. കാരണം എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് തുറന്നു പറയാനും അതിന് ചികിത്സ നേടാനും ഇപ്പോഴും അത് വളരെ ഗോപ്യമായിട്ട് വെക്കുകയാണ് ചെയ്യുക. പറയില്ല ആരോടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ഇത് ഒരു കോമൺ ഒരു സംഗതിയാണ്. പനി വന്നാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുന്ന പോലെ മാനസിക ആരോഗ്യത്തിന് ഒരു തെറാപ്പി എടുക്കുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റഡ് ആണ് എല്ലാവർക്കും. പക്ഷെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തില് നമ്മൾ അതിനെ കുറച്ചൊന്ന് ആരെ അറിയിക്കാതെ, കൂട്ടുകാരോട് പോലും അല്ലെങ്കിൽ വീട്ടിലെ ആളുകളോട് പോലും പറയാതെയൊക്കെ കൊണ്ട് നടക്കുന്ന ചില സന്ദർഭങ്ങളും ചില ബുദ്ധിമുട്ടുകളും പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തിരിയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ മന്ത്രജപം എന്നുള്ളത് മനസ്സിനെ ബലപ്പെടുത്താനും മനസ്സിൽ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപാധിയാണ്. അതാണ് ഈ പാരായണങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് സാധിക്കുന്നത്. അപ്പോ നമ്മള് ഒരു നല്ല ഒരു മതിലൊക്കെ പണിതിട്ട് അവിടെ എഴുതി വെക്കും പരസ്യം പതിക്കരുത് എന്ന്. അപ്പൊ അതുപോലെ ആ പരസ്യം പതിക്കരുത് എന്നുള്ള ആ ഒരു അത്ര അക്ഷരങ്ങളെ കൊണ്ട് തന്നെ അതിനെ മുഴുക്ക ബാധിക്കുന്ന പ്രശ്നമാണ് ഈ പരസ്യങ്ങൾ അവിടെ പതിക്കുക എന്നുള്ളത്. അത് ഇല്ലാതെയാവാണ്. അപ്പൊ അതുപോലെ ഈ ഒരു മന്ത്രജപം കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടുകയാണ്. അത് വളരെ കൃത്യമായിട്ടും ശ്രദ്ധാപൂർവവും ചെയ്യുമ്പോൾ എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. അപ്പൊ നാരായണീയ പാരായണം കൊണ്ടുള്ള പ്രത്യേകതകൾ തന്നെ നമുക്കറിയാം. ആ കൃഷ്ണഭക്തി അല്ലെങ്കിൽ കൃഷ്ണപ്രേമം എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നാരായണീയം ചൊല്ലുമ്പോൾ അത് അർത്ഥമറിഞ്ഞ് അതിന്റെ ആ ഒരു സന്ദർഭം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ എപ്പോഴും ആ ഒരു ആനന്ദം നമുക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവിടെ ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. ഗുരുവായൂരപ്പനും നമ്മളും തമ്മിലുള്ള ഒരു ക്ലോസ്നെസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാറുണ്ട്. കൂടാതെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ ചിലപ്പോൾ നമ്മളൊന്ന് നാമം ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ഏതെങ്കിലും ഒരു ദശകം പകുത്ത് വായിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒരു സമാധാനം കുറച്ച് സമയത്തേക്കൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പാരായണത്തിന്റെ ഉപയോഗങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നാരായണീയ പഠനം അല്ലെങ്കിൽ നാരായണീയ പാരായണം അല്ലെങ്കിൽ നാരായണീയത്തെ ഉപാസിക്കുന്നത് കൊണ്ട് ശരിക്കും അനുഭവപ്പെടുന്നത് ഒരു സുരക്ഷാ കവചമാണ്. നമുക്ക് ഗുരുവായൂരപ്പൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ
നമ്മള് ഗുരുവായൂരപ്പന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ആ കവചത്തിനുള്ളിലാണ്, ഒരു സുരക്ഷാ കവചത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താണ്. കൃത്യമായിട്ടുള്ള ആ മന്ത്രജപം അല്ലെങ്കിൽ ആ പാരായണം ഏത് വിധത്തിലാണെങ്കിലും, നാരായണീയം എന്ന് മാത്രമല്ല, ഏത് വിധത്തിലുള്ള വിഷയങ്ങളിലും ഇത് ബാധകമാണ്. ഏത് മന്ത്രം ജപിച്ചാലും അത് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പറയുന്നുണ്ട്, എല്ലാ ഭജനവും എത്തുന്നത് ഒരേ പരബ്രഹ്മത്തിലേക്കാണ് എന്നുള്ളത്. അങ്ങനെ പിന്നെ നമുക്കൊരു സെൽഫ് അനാലിസിസ് ചെയ്യാനുള്ള ഒരു അവസരവും നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോ സംഗതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതുപോലെ ആവരുത്, ഇങ്ങനെ ആവരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതൊരു സെൽഫ് അനാലിസിസും കൂടി ആവുകയാണ് നമുക്ക്. അപ്പൊ ഇന്നത്തെ മനഃശാസ്ത്രജ്ഞന്മാരെ പറയുന്ന വാക്കുകള് മൈൻഡ്ഫുൾനെസ്, പിന്നെ അതുപോലെ ഫോക്കസ് എന്നൊക്കെ പറയും. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ മനസ്സ് പൂർണ്ണമായി അവിടെ വേണം. മൈൻഡ്ഫുൾനെസ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുക. കുട്ടികളോട് പറയും, ഏത് ചെയ്യുമ്പോഴും ഫോക്കസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് കുറെ കൂടി ഭംഗിയായിട്ടും അതിന് വളരെ കൃത്യതയോടുകൂടിയും നമുക്ക് ചെയ്യാനുള്ള ഒരു ശക്തിയാണ് ഈ നാമജപങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. കലിയുഗത്തില് നാമജപത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഉപാസനയാണ് നാമജപം എന്നുള്ളത്. കാരണം നമ്മൾ മറ്റ് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നാമജപത്തിന്റെ പ്രത്യേകത. മറ്റ് യജ്ഞങ്ങളും മറ്റ് യാഗങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് വളരെയധികം സമയവും അതുപോലെ പല സംഗതികളും തയ്യാറെടുപ്പുകളൊക്കെ വേണം. ഇതിന് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരു മനസ്സ്, അത് ചെയ്യാനുള്ള ഒരു മനസ്സ്, അപ്പോൾ അവിടെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എത്തിച്ചേരാണ്. ഇപ്പൊ നാരായണീയത്തെ പറ്റിയിട്ട് കൂടുതൽ നമ്മുടെ നാരായണീയ പഠനങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ നാരായണീയത്തെ ഉപാസിക്കുന്ന നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്കും നാരായണീയം ഓരോ വിധത്തിലാണ്. ചിലർക്ക് ഒരു സുഹൃത്താണ് നാരായണീയം, ചിലർക്ക് ഒരു പിടിവള്ളിയാണ് ജീവിതത്തില്, അല്ലെങ്കിൽ ഒരു ജീവശ്വാസമാണ് നാരായണീയം. ഇത് ആരും നിരാകരിക്കില്ല. നമുക്ക് ഏത് സന്ദർഭത്തിലും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു നല്ല സുഹൃത്താണ് നാരായണീയം എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും സങ്കടമോ വിഷമോ ഒക്കെ തോന്നിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദശകം എടുത്ത് വായിക്കാൻ നോക്കുമ്പോൾ ആ ദശകം കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം അതിലുണ്ട്. അത് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിന് വെറുതെ എന്തെങ്കിലും ചെയ്തിട്ടല്ല, അവിടെ മനസ്സ് മുഴുവനായിട്ട്, അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സമൂഹത്തില്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ലോകത്തില് മനസ്സിന്റെ ആരോഗ്യം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനുള്ള ഒരു ഉപാധിയാവട്ടെ നമ്മുടെ ഈ നാരായണീയ പഠനം, ഭാഗവത പഠനം, ഭഗവത്ഗീത പഠനം എല്ലാം നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ. കാരണം ഇന്ന് കുട്ടികള് എന്താ പറയാ, ഒരു കുറച്ച് മാർക്ക് കുറഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന വിധത്തിലുള്ള ഒരു സന്ദർഭത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ലഹരി പദാർത്ഥങ്ങളെ അവലംബിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ചെല്ലുക. അപ്പൊ എന്താണ്, ഈ മനസ്സിലെ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് വളരെ നിസ്സാരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ക്ഷണികമായിട്ടുള്ള ഒരു സുഖമാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അത് അവരെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ല ലഹരിയായിട്ടുള്ള ഈ ഭക്തി ലഹരിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതിന് നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമുക്കിത് പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത തലമുറ കാണുന്നത്. നമ്മൾ അവരോട് പ്രസംഗിച്ചത് കൊണ്ടോ ഉപദേശിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല, നമ്മൾ ചെയ്ത് കാണിക്കണം പല കാര്യങ്ങളും. അങ്ങനെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഇന്ന് ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിവസം, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എന്നാണ്. അപ്പൊ അത് വെറുതെ തീരുമാനിച്ചിട്ടൊന്നുമല്ല. 1992 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്ത്, WFMH. അപ്പൊ അത് ചെറുതായിട്ട് തുടങ്ങിയ ഒരു ഇത് ഇപ്പൊ ഗ്ലോബലി എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതില് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ പാരായണവും
അതിനോടനുബന്ധിച്ചുള്ള നമ്മളുടെ ആ ശ്രദ്ധ. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് ചെയ്യാനും നമുക്ക് മറ്റുള്ളവരെ ചെയ്യാൻ പ്രേരിപ്പിക്കാനും സാധിക്കട്ടെ എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ പാരായണം നമുക്ക് ആരംഭിക്കാം. ഹരി ഓം. അനീലസ്നിഗ്ധഭസ്മാവലിപരിരസിതം നേത്രയുഗ്മം വിഭോഗേ അന്ത്രച്ഛായം വിശാലം കമലദളാമുഗ്ധം രുണ്യാലോകലീലാതിരിതപനം പിപ്യതാം വയ്യനാഥേ ഉത്തുംഗുല്ലാസിനാസം കരിമണിമൂരപ്രോല്ലസൽ ഗണ്ഡവാളി വ്യാലോലൽക്കർണപാശാഞ്ചിതമകരമണി കുണ്ടലത്വന്തദീപ്രം ഉന്മീലത്യന്തപങ്ക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്രമുദ്ഭാസതാം മേ ബാഹുത്വന്തേന രത്നോജ്വലഫലേ ഭൃതാ ശോണപാണി പ്രപാണേനോപാത്താം വേണുനാളിം പ്രസൃതനഹമയൂഹാങ്കുലീ സംഘശാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസൽ ഭാഗ്യമാനേ ശബ്ദബ്രഹ്മാമൃതേ സ്ത്രീ ചിന്തമേ സദ്വിധിം ഉത്സർപ്പൽ കൗസ്തുഭസ്ത്രീ തദ്ഭിരരുണിതം കോമളം കണ്ഠദേശം പക്ഷശ്രീവത്സരമ്യം തരളതമ ലോലംബാം ലംബമാൻ പുരസിതവതഃ ബിഭ്രതം മധ്യവല്ലിം ചക്രാത്മന്നപ്തതപ്തോജ്വലകനകനിഭം ശീതചേലം ദധാനം ധ്യായാമോദി പ്രരശ്മി സ്ഫുടമണിരസനാ കിങ്കിണീ മണ്ഡിതം ത്വാം ഊരൂജാരൂതവോരൂ ഘനമസൃണരുചൗ ചിത്തചോരൗ രമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനം മുദ്ഗച്ഛായം ജ്ഞാനദ്വയം ച പ്രമപൃഥുലമനോജ്ഞേജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാഥേർഇവ പദഭജനം ശ്രേയൈത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാരമ്രരാജന്നഹരഹി മകരജ്യോത്സ്നയാജസ്മിതാനാം സന്താബദ്ധാന്തന്ത്രിം അതിമധികലൈ മംഗലാമംഗുലീനാം യോഗീന്ദ്രാണാം ത്വദംഗേഷു മധുരം രുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം അജ്ഞാനിഗതിതം സ്തോത്രം ചെയ്തസഹസ്രോത്തരമധികതരം ഭൂയ ദേധാനീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാവീതം ലീലാവതാരേ ഇതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ജനാനാം അന്ധഭാഗ്യം ജനാനാം അന്ധഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.